ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധിയില്ലെന്ന സുപ്രീം കോടതി വിധി സംസ്ഥാനങ്ങൾക്ക് പൂർണ്ണ ആശ്വാസമല്ല. ബില്ലുകൾ വീണ്ടും അനന്തമായി പിടിച്ചുവെക്കാൻ ഗവർണർ ശ്രമിച്ചേക്കും. ഇത് വീണ്ടും സർക്കാർ ഗവർണർ ഏറ്റുമുട്ടലുകൾക്ക് വഴിവെക്കും. തമിഴ്നാട് ഗവർണർക്കെതിരായ സർക്കാരിന്റെ ഹർജിയിലാണ് ഗവർണർക്കും രാഷ്ട്രപതിക്കും 3 മാസം സമയപരിധി സുപ്രീം കോടതിയുടെ 2-അംഗ ബെഞ്ച് തീരുമാനിച്ചത്. എന്നാൽ ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ സമയപരിധി നിശ്ചയിക്കാൻ കഴിയില്ലെന്ന് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി സംസ്ഥാനങ്ങൾക്ക് ആശ്വാസം നൽകുന്നതല്ല. എല്ലാം പഴയപടിയാകുന്നതിന് തുല്യമാകും. രാഷ്ട്രപതിയുടെ റഫറൻസ് നിയമപരമായി നിലനിൽക്കുന്നതല്ലെന്നും തള്ളണമെന്നുമായിരുന്നു കേരളം ശക്തമായി വാദിച്ചത്. സമാന നിലപാട് തമിഴ്നാടും സ്വീകരിച്ചിരുന്നു. വിത്ത്ഹോൾഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അൺഎൻഡിംഗ്ലി വിത്ത്ഹോൾഡ് ചെയ്യുകയല്ല. വിത്ത്ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞ് തിരിച്ചയക്കണം എന്നുള്ളൊരു മാൻഡേറ്റ് ഒരു പരിധി വരെ സുപ്രീം കോടതി കൊടുത്തു എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. എനിക്ക് തോന്നുന്നു അതാണ് ഈ വിധി നയത്തിലെ ഏറ്റവും അധികം ക്ലാരിറ്റി തരുന്ന ഭാഗമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികൾ അധികാരത്തിലുള്ള സംസ്ഥാനങ്ങളിൽ ഗവർണർമാരെ ഉപയോഗിച്ച് ഭരണഘടനാ പ്രതിസന്ധി സൃഷ്ടിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെയും BJPയുടെയും രാഷ്ട്രീയ ഗൂഢാലോചനക്കേറ്റ പ്രഹരമായിരുന്നു 2-അംഗ ബെഞ്ചിന്റെ സുപ്രധാന വിധി. ഇതിനെ മറികടക്കാനായിരുന്നു രാഷ്ട്രപതിയുടെ റഫറൻസിലൂടെ കേന്ദ്രം സുപ്രീം കോടതിയിലെത്തിയത്. ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയോടെ നിലവിൽ തീരുമാനമെടുക്കാതെ കിടക്കുന്ന ബില്ലുകളെയടക്കം ബാധിക്കും. സുപ്രീം കോടതി വിധി പറഞ്ഞ നിയമപ്രശ്നങ്ങളിൽ രാഷ്ട്രപതി വിശദീകരണം ചോദിക്കുന്നതിന്റെ നിയമപരമായ നിലനിൽപ്പാണ് പ്രതിപക്ഷ സംസ്ഥാനങ്ങൾ ചോദ്യം ചെയ്തത്. മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ് എന്നീ സംസ്ഥാനങ്ങൾ റഫറൻസിനെ അനുകൂലിച്ചും നിലപാടെടുത്തു. മീഡിയ 1, ഡൽഹി.